ஏய் கொஞ்சம் இங்க சீக்கிரம் வா, கேட்டுக்கு பக்கத்துல. ஆமா, ஒரு பிரச்சனைடா, சீக்கிரம் வா. இப்ப வருவா, வருத்தப்படாதீங்க. இப்ப நீங்க ஒன்னும் பண்ண வேண்டாம், கேசு வரட்டும், அவன் எல்லாமே சரி பண்ணி கொடுப்பான். ചേച്ചി തമിഴ്നാട്ടുകാരിയാ? எல்லா ஊரும் நம்ம ஊரு மாதிரி தானே. ஐயோ கொஞ்சம் அமைதி, கொஞ்சம் அமைதி. എന്ത് പറഞ്ഞേ? ஐயோ ചേട്ടാ എന്റെ ബൈക്ക് ഇവിടെ വന്നപ്പോ കേടായി പോയി. ഞാനത് സംസാരിച്ചോണ്ട് അല്ല கேசு சொல்றத கேளு. அவரோட பைக் வந்து பிரச்சனையா இருக்கான், அதனால நான் உன்னை கூப்பிட்டேன் ரிப்பேர் பண்றதுக்கு. டேய் அவரோட பைக் கேடா இருக்குடா, அத ரிப்பேர் பண்றதுக்கு உன்னை கூப்பிட்டேன், அவ்வளவுதான். വണ്ടി ഇവിടെ വന്നപ്പോ കംപ്ലൈന്റ് ആയി. ஆமா கேசு, பாவம் இவரு நாரதா ஹோட்டலுக்கு வந்தவரு റൂട്ട് മാപ്പ് പോട്ടപ്പോ ഇങ്ങ വന്ന് നിന്നത്, അതിനാൽ നമ്മ തന്നെ ഹെൽപ്പ് பண்ணணும். ഈ ഹോട്ടലിൽ വരുന്നവരൊക്കെ പാവങ്ങളാണ്. ഇത് വണ്ടിയിൽ പെട്രോൾ ഇല്ലേ? പെട്രോൾ இருக்கு. എന്നാ വല്ല വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്ക്. ஐயோ அவரு தூர இருந்து வராருல, அவருக்கு எங்க போகணும் தெரியாது தானே. അല്ല അവരെ വീട് എവിടെ? பிரதர் உங்க வீடு எங்க இருக்கு? തിരുവാങ്കുളം. ஓ തിരുവാങ്കുളമാ. തിരുവാങ്കുളം എവിടെയാണെന്ന് അറിയോ? தெரியாது, ஆனா தூர பிளேஸ் தானே. എന്താണ്, എന്താ പ്രശ്നം? എന്താ லிச்சு, அவரு வந்து ரொம்ப பாவம், நாரதா ஹோட்டலுக்கு வந்தவரு, அவரோட பைக் வந்து கேடா இருக்கு, இப்ப வீட்ல போகணும்னு சொல்லிட்டு இருக்காரு. பிரதர் வருத்தப்பட வேண்டாம், வீட்ல சீக்கிரம் போலாம், கேசு வந்து ஹெல்ப் பண்ணுவாரு. ചേച്ചി എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം. എടാ എല്ലാ കാര്യവും നീ നോക്കിക്കോ കേട്ടോ. നീ എല്ലാ കാര്യം നോക്കിക്കോ. എന്തോ നോക്ക, നിങ്ങൾ പോണു? ഞങ്ങള് പിന്നെ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? നീ വല്ല വർക്ക്ഷോപ്പിനെ വല്ല ബേസിലിനെയും വിളിച്ച് വണ്ടി ശരിയാക്കി കൊടുക്കാൻ നോക്കും. അല്ല വർക്ക്ഷോപ്പ് വെച്ചാ ഇവിടെ മറ്റേ ഈ നമ്മുടെ അത് നീ എന്താന്ന് വെച്ചാ ഡീൽ ചെയ്യാ. അന്യപ്പാ ஐயோ பாவம் தானே அவரு, தனியா இப்படி எல்லாம் பண்ணுவாரு. நீ ஹெல்ப் பண்ணுடா, பாவம். ആരെ കണ്ടാലും അങ്ങ് ഹലോ സോറി. സാരമില്ല. വണ്ടി കുറച്ച് പഴയതാണല്ലേ? ആ ഇത് സ്ഥിരം കംപ്ലൈന്റാ, എന്താന്നറിയില്ല. പിന്നെ കൊടുത്തിട്ട് വേറെല്ലാം മേടിച്ചുകൂടി. ഒന്നുമില്ല. സ്റ്റിക്കർ അടിച്ചു നോക്കിയേ? കൊറേ. അമ്മ പറ കേക്ക. ഹലോ. ആ ഇല്ല അമ്മ കഴിച്ചിട്ടില്ല, ഇവിടെ എല്ലാം റെഡി ആവണേ ഉള്ളൂ. ഇത് ഇച്ചിരി ലേറ്റ് ആയി പോയി. അമ്മ കഴിച്ചാ? അതെന്ത് കഴിക്കാത്ത? അച്ഛനോ? എന്റെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറ ഇത്ര പണിയൊന്നും എടുക്കല്ലേന്ന്. മരുന്ന് കഴിച്ചായിരുന്നോ? ആ ബെസ്റ്റ്, അതും കഴിച്ചിട്ടില്ല, നന്നായി. ഇവിടെ എന്ത് കേശു ഇച്ചിരി കേര മേടിച്ചോണ്ട് വന്നായിരുന്നു. എന്റെ അമ്മ മീനൊക്കെ എന്നാ വിലയാ? എനിക്ക് തോന്നണ ഒരു 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ ഫുഡൊക്കെ റെഡി ആവുമായിരിക്കും അല്ലേ? എന്നാ പിന്നെ അമ്മയുടെ പണി കിടക്കട്ടെ, ഞാൻ വിളിക്കാം. ആരടെ? കുഴിപ്പള്ളത്തമ്മയാ? വേറെ ആര് വിളിക്കാൻ? ഭയങ്കര സ്നേഹമാണല്ലോ. പാവാ. ഞാൻ ഒരു കാര്യം ചോദിച്ചാ എന്നെ ചാടിക്കടിക്കാൻ വരരുത്. എന്താ? കാര്യമൊക്കെ ശരിയാണ്, നിനക്ക് കുഴിപ്പള്ളത്തമ്മയുടെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ കുറച്ചൊക്കെ സോപ്പിടലല്ലേ ലച്ചു? അങ്ങനെയല്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് കയറിയപ്പം ഇവിടെ എല്ലാരും പറഞ്ഞ് നീ സോപ്പിടാൻ മടിക്കുകയാണെന്ന്. അവരും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നീയും എന്റെ മമ്മ എന്നൊക്കെ വിളിച്ച് സോപ്പിട്ട് ചാക്കിലാക്കിയല്ലോ. കൈ മുടക്കൊന്ന് തന്നായിട്ടല്ലേ എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടാ. എന്നോട് ഇത്ര വൈലന്റ് ആവണ കാര്യമില്ലേ പറഞ്ഞ്? ഞാൻ പിന്നെ സോപ്പിട്ടപ്പോ നിന്ന് തന്നതെന്തിന്? സോപ്പാണ് നല്ല പറയണ, നിനക്കുള്ളത് റിയൽ സ്നേഹമൊക്കെ തന്നെ. എന്നാലും അതെ, ഞാനും കുറെ നാളും കൊണ്ട് ശ്രദ്ധിക്കുക,
എന്റെ അമ്മൂമ്മയുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹമൊക്കെ അതും സോപ്പിടല് തന്നെയല്ലേ? കുറച്ചൊക്കെ സോപ്പിടലാണ്. കാരണം നിന്റെ അമ്മയുടെ അടുത്ത് പിടിച്ചു വെക്കണ്ടേ? നിന്റെ അമ്മയൊക്കെ ഒരു ഭയങ്കര ആളല്ലേടേ. എന്തായി ഇതിന് കാണുന്ന വിളിക്കണ? ആരെ വെക്കാനാണെങ്കിൽ ലച്ചു അടുത്ത തവണ എനിക്ക് അവസരം കിട്ടുമ്പോ നിനക്കിട്ട് ഞാൻ പൊളിക്കും. ഉറപ്പാണ്. 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 അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ വിട്ടേക്കുന്നു.